കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം അനുഗ്രഹിക്കപ്പെട്ട ഈ നിമിഷം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളെ ശുശ്രൂഷിപ്പാൻ കർത്താവ് എനിക്ക് ഒരുക്കി തന്ന നല്ല നിമിഷത്തിന് കർത്താവിന് നന്ദി പറയുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഈ ആത്മീയ ശുശ്രൂഷയുടെ ഭാഗമാകുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു പ്രാവശ്യം കൂടെ സ്നേഹവന്ദനം. ജയോത്സവമായി കർത്താവ് നമ്മെ നടത്തുന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാർത്ഥനയോടെ തിരുവചന ചിന്തയിലേക്ക് നമുക്കൊരുമിച്ച് പ്രവേശിക്കാം. നിരവധി പ്രിയപ്പെട്ടവർ എപ്പോഴും പറയാറുണ്ട്, ഒത്തിരി വാഗ്ദത്തങ്ങൾ അവർക്കുണ്ട്. വാഗ്ദത്തങ്ങൾ കേൾക്കുന്നതല്ലാതെ ആ വാഗ്ദത്തങ്ങളുടെ നിവർത്തി കാണുവാൻ പലപ്പോഴും പല പ്രിയപ്പെട്ടവർക്കും കഴിയുന്നില്ല. വാഗ്ദത്ത നിവർത്തി പ്രാപിക്കാൻ എന്ത് ചെയ്യണം എന്ന് കഴിഞ്ഞൊരു വീഡിയോയിൽ സന്ദേശമായി ഞാൻ പറഞ്ഞിരുന്നു. എന്നാൽ കേട്ട വാഗ്ദത്തങ്ങൾക്കെല്ലാം വിപരീതമായി ജീവിതത്തിൽ ചില കാര്യങ്ങൾ സംഭവിക്കുമ്പോഴും പതറിപ്പോകാതെ തളർന്നു പോകാതെ വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനെന്ന് എണ്ണി ഈ ദിവസങ്ങൾ പ്രാർത്ഥനയോടെ മുന്നേറിയാൽ ഈ സന്ദേശത്തിൽ കൂടെ ഒരു വലിയ അനുഗ്രഹം നിങ്ങൾക്ക് പ്രാപിപ്പാൻ നിശ്ചയമായും ദൈവം നിങ്ങളെ സഹായിക്കും. അതേ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വായ്ക്ക് ദൈവം ഈ ദിവസങ്ങളിൽ നന്മ കൊണ്ട് തൃപ്തി വരുത്തും. ഒത്തിരി ചോദ്യങ്ങൾ കേട്ട് വായടഞ്ഞു പോയവർ, മറുപടി പറയാൻ കഴിയാതെ പലയിടങ്ങളിലും ലജ്ജിച്ച് നിൽക്കുന്നവർ, ഈ സന്ദേശം നിങ്ങൾക്കുള്ളതാണ്. പലപ്പോഴും പലരും പറയാറുണ്ട്, നീ പ്രാർത്ഥിച്ചിട്ടെന്തായി, നീ ആരാധിച്ചിട്ടെന്തായി, നീ പോയിട്ടെന്താ, നിൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ, നിൻ്റെ കാര്യങ്ങൾ നടക്കാത്തത്. ശരിയല്ലേ പ്രിയപ്പെട്ടവരെ? പലപ്പോഴും നാം തന്നെ ആലോചിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് എനിക്ക് ഈ ഒരു സ്ഥിതി? സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകും. വചനത്തിലേക്ക് നമുക്ക് തിരിയാം. വിശുദ്ധ ലൂക്കോസ് വിശേഷം അതിൻ്റെ 2-ാമത്തെ അധ്യായം, അതിൻ്റെ 36-ാമത്തെ വാക്യം പ്രകാരമാണ്. ആശേർ ഗോത്രത്തിൽ ഫനുവേലിൻ്റെ മകളായ ഹന്ന എന്നൊരു പ്രവാചകി ഉണ്ടായിരുന്നു. അവൾ കന്യകാകാലത്തിൽ പിന്നെ ഭർത്താവിനോടുകൂടെ 7 സംവത്സരം കഴിച്ചു. 84 സംവത്സരം വിധവയും വളരെ വയസ്സ് ചെന്നവളുമായി ദൈവാലയം വിട്ടുപിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ആരാധന ചെയ്തു പോന്നു. 38-ാം വാക്യം, ആ നാഴികയിൽ അവളും അടുത്തു നിന്ന് ദൈവത്തെ സ്തുതിച്ചു. ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന സന്ദേശം, നിങ്ങൾക്ക് ദൈവത്തെ സ്തുതിക്കത്തക്ക നിലയിൽ, ദൈവത്തിന് മഹത്വം കൊടുക്കത്തക്ക നിലയിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരത്ഭുതത്തെ കർത്താവ് ചെയ്യാൻ പോവുകയാണ്. ഒത്തിരി പ്രതീക്ഷയുള്ള ഒരു ഗോത്രമായിരുന്നു ആശേർ ഗോത്രം. നിങ്ങൾക്കറിയാം, വിശുദ്ധ ബൈബിൾ നമ്മൾ പഠിക്കുമ്പോൾ 12 ഗോത്രങ്ങളിൽ ഭേദപ്പെട്ട വാഗ്ദത്തങ്ങളുള്ള ഒരു ഗോത്രമാണ് ആശേർ ഗോത്രം. അപ്പൻ്റെ അനുഗ്രഹം, മോശയുടെ അനുഗ്രഹം, ഇതെല്ലാം അവർക്ക് ലഭിക്കുമ്പോഴും അവരെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ വലുതാണ്. ഉൽപ്പത്തി പുസ്തകം 49-ാമത്തെ അധ്യായത്തിൽ ഇപ്രകാരമാണ് കാണുവാൻ കഴിയുന്നത്. അതിൻ്റെ 20-ാം വാക്യം, ആശേരെ, നിന്റെ ആഹാരം പുഷ്ടിയുള്ളത്, അവൻ രാജകീയ സ്വാദുഭോജനം നൽകും. ഏറ്റവും ശ്രേഷ്ഠകരമായ വാഗ്ദത്തങ്ങൾ ആവർത്തന പുസ്തകത്തിലും ഒട്ടും വിഭിന്നമല്ല. മോശയുടെ അനുഗ്രഹം ആശേർ ഗോത്രത്തിന് വരുമ്പോഴും ആവർത്തന പുസ്തകം 33-ന്റെ 24 ആശേറിനെ കുറിച്ച് അവൻ പറഞ്ഞത്, അവൻ പുത്രസമ്പത്ത് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവൻ, അവൻ സഹോദരന്മാർക്ക് ഇഷ്ടനായിരിക്കട്ടെ, അവൻ്റെ കാൽ എണ്ണയിൽ മുക്കട്ടെ. അതെ, എത്ര അനുഗ്രഹിക്കപ്പെട്ട വാഗ്ദത്തങ്ങളാണ്! പലരും ആഗ്രഹിക്കുന്ന വാഗ്ദത്തങ്ങൾ, പ്രത്യേകിച്ച് സഹോദരന്മാരുടെ നടുവിൽ വെച്ച് അപ്പൻ അനുഗ്രഹിക്കുമ്പോഴും ഗോത്രങ്ങളായി നിൽക്കുമ്പോൾ മോശ എന്ന് പറയുന്ന പഴയ നിയമഭക്തൻ അനുഗ്രഹിക്കുമ്പോഴും
ആശേർ ഗോത്രത്തിന് ലഭിച്ച വാഗ്ദത്തങ്ങൾ വലുതാണ്. പലരും പറയാറുണ്ട്, പ്രിയപ്പെട്ടവരെ, ദൈവം എന്നോട് എപ്പോഴും സംസാരിക്കും. ഏത് കൂട്ടായ്മയ്ക്ക് നിങ്ങൾ ചെന്നാലും നിങ്ങളോട് ദൈവം സംസാരിക്കും. നിങ്ങളോട് ദൈവം പറയുന്ന ദൂതുകൾ വലിയ ദൂതുകളാണ്. പക്ഷേ കേട്ടതിൽ നിന്നെല്ലാം വിപരീതമായി ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നാം തന്നെ പതറിപ്പോകും. എന്തുകൊണ്ടാണ് കർത്താവേ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നത്? നിങ്ങൾക്കറിയാം, പഴയ നിയമത്തിനും പുതിയ നിയമത്തിനും ഇടയിൽ ഒരു ഇരുണ്ട കാലഘട്ടം ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ വചനം ആ സീസണിൽ വളരെ ദുർലഭമായിരുന്നു. ആ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ കാലഘട്ടം അങ്ങോട്ട് കഴിഞ്ഞ് യേശു കർത്താവിൻ്റെ വരവിൻ്റെ പ്രാരംഭ നിമിഷങ്ങളിൽ ആ തലമുറയിൽ ദൈവം ഉപയോഗിച്ച 3 വ്യക്തികളിൽ പ്രധാനിയായിരുന്നു സ്നാപക യോഹന്നാൻ, അടുത്തത് ശിമയോൻ, 3 ഹന്ന എന്ന് പറഞ്ഞ പ്രവാചകി. ഈ 3 പേരും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് ശക്തിയോടെ ആ തലമുറയിൽ പ്രയോജനപ്പെട്ടവരാണ്. ഞാൻ പറഞ്ഞു, ആശേർ ഗോത്രത്തിൽ ഫനുവേലിന്റെ മകളായ ഹന്ന എന്ന പ്രവാചകി വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗോത്രത്തിലാണ് ജനിച്ചത്. പഴയ നിയമത്തിൽ യോശുവയുടെ കാലഘട്ടത്തിൽ ജനത്തെ എണ്ണുമ്പോൾ ഏറ്റവും കൂടുതൽ യോദ്ധാക്കളും വീരന്മാരും ശക്തന്മാരും യുദ്ധപ്രാപ്തി ഉള്ളവരും എല്ലാം ഒരു കാലത്ത് ആശേർ ഗോത്രത്തിലായിരുന്നു. എന്നാൽ ഈ ആശേർ ഗോത്രത്തിൽ നിന്ന് ഒരു പ്രവാചകനോ ഒരു ന്യായപാലകനോ അല്ലെങ്കിൽ മറ്റൊരു ലീഡറോ പുറത്തു വന്നില്ല. ആ ഗോത്രത്തിൽ നിന്ന് ദൈവത്താൽ നിയോഗിതയായി പുറത്തു വന്നൊരു വ്യക്തിയാണ് ഹന്ന എന്ന് പറഞ്ഞ പ്രവാചകി. ഞാൻ ഈ സന്ദേശം പറയുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ ഒത്തിരി കഴിവുള്ളവർ കാണും. ഒത്തിരി പേരും പ്രശസ്തിയും ധനം കൊണ്ട്, വിദ്യാഭ്യാസം കൊണ്ട്, കഴിവ് കൊണ്ട്, ബന്ധങ്ങൾ കൊണ്ട്. എന്നാൽ സാഹചര്യങ്ങൾ നിമിത്തം പലരും പുറത്തു വരാൻ കഴിഞ്ഞില്ല. ഇന്ന് ഞാൻ ഈ ദൂത് പറയുമ്പോൾ ഒരു സാധ്യതയും ഇല്ലാത്ത നിങ്ങളെ അല്ല, ഹന്ന എന്ന് പറഞ്ഞ ഈ ഫനുവേലിന്റെ മകളായ പ്രവാചകിയെ ദൈവം പുറത്തു കൊണ്ടുവന്നു. അതേ പ്രിയപ്പെട്ടവരെ, മറ്റാരും പുറത്തു വരാത്ത ഒരു ഗോത്രത്തിൽ നിന്ന് ഫനുവേലിന്റെ മകളായ ഹന്ന എന്നൊരു പ്രവാചകിയെ ദൈവം പുറത്തു കൊണ്ടുവന്നു. ദൈവം അവളെ പുറത്തു കൊണ്ടുവരുമ്പോൾ അവിടെ പശ്ചാത്തലങ്ങൾ നിങ്ങൾ കേട്ടു. നിങ്ങൾക്കറിയാം, യോശുവ ദേശം വിഭജിക്കുമ്പോൾ ആശേർ ഗോത്രത്തിന് യോർദാന്റെ സമീപ പ്രദേശങ്ങളാണ് കൊടുത്തത്. ഫലപുഷ്ടമാർന്ന മണ്ണ്. ആശേർ ഗോത്രത്തിൻ്റെ പ്രത്യേക വരുമാന മാർഗം കൃഷിയായിരുന്നു. മുന്തിരിത്തോട്ടങ്ങൾ നട്ടുവളർത്തി വിഭവസമൃദ്ധമായ ശ്രേഷ്ഠമായ മുന്തിരി വിഭവങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഗോത്രം. എന്നാൽ യേശു കർത്താവിൻ്റെ കാലഘട്ടത്തിൽ യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായത്തിൽ പറയുന്നു, ഗലീലയിലെ കാനാവിൽ 3-ാം നാൾ ഒരു കല്യാണമുണ്ടായി. ആ ഗലീലയിലെ കാനാവിൽ കല്യാണം ഉണ്ടാകുമ്പോൾ അവിടെ വീഞ്ഞ് പോരാതെ വന്നു. നീ രാജകീയ ഭോജനം നൽകും എന്ന് വാഗ്ദത്തമുണ്ട്. പക്ഷേ ജീവിതത്തിലെപ്പോഴും പോരായ്മകളാണ്. അപ്പൻ പറഞ്ഞ വാഗ്ദത്തത്തിന് വിപരീതമായിട്ടാ ഇന്ന് സംഭവിക്കുന്നത്. പഴയ നിയമ ഭക്തനായ വിശ്വസ്ത പ്രവാചകനായ മോശ പ്രവചിച്ച പ്രവചനം, നീ പുത്ര സമ്പത്തോട് അനുഗ്രഹിക്കപ്പെടും. നിങ്ങൾക്കറിയാം, കാനാവിൽ യേശു കർത്താവ് വീണ്ടും വരുമ്പോൾ രാജഭൃത്യന്റെ മകൻ ദീനത്താൽ പിടിക്കപ്പെട്ട് കിടക്കുക. തലമുറ സമ്പത്ത് കൊണ്ട് അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള വാഗ്ദത്തം കിടക്കുമ്പോൾ തന്നെ തലമുറ നഷ്ടപ്പെടുകയാണ്. രാജകീയ ഭോജനം നൽകുമെന്ന് പറയുമ്പോൾ തന്നെ വീഞ്ഞ് തീർന്നു പോകി. എന്താ ഇതിൻ്റെയൊക്കെ പിമ്പിൽ? ഈ ഗോത്രത്തിൽ നിന്ന് ആരെങ്കിലും പുറത്തു വരുമോ? അതേ പ്രിയപ്പെട്ടവരെ, ജീവിതം മുഴുവനും പരാജയമാണ്. ബാല്യകാലം സ്വപ്നങ്ങൾ കണ്ട് നടന്നതാണ്. പക്ഷെ സ്വപ്നങ്ങൾക്കനുസരിച്ച് ഒരു കുടുംബജീവിതത്തിലേക്ക് ആഗ്രഹത്തോടെ പ്രവേശിച്ചു. എന്നാൽ ഭർത്താവുമൊത്ത് കുറച്ച് മാസം, കുറച്ച് വർഷം, 7-8 വർഷം, അതോടെ കുടുംബജീവിതം തീർന്നു. ഭർത്താവ് മരിച്ചു, വിധവയായി. 84 വർഷം വിധവയായി പാർക്കുകയാണ്. ആഗ്രഹിച്ച നിലവാരത്തിലൊന്നും ഒരിക്കലും എത്തിപ്പെടാൻ കഴിഞ്ഞില്ല. പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടു. എങ്കിലും ആലയം വിട്ടുപിരിയാതെ പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ രാവും
പകലും ആരാധിക്കുന്ന ഒരു ഹന്ന. അതെ, ഈ സന്ദേശം പറയുമ്പോൾ നിങ്ങൾ കേട്ട പ്രവചന ദൂതുകളൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ നിവർത്തിയായില്ല. നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ, നിങ്ങൾ സ്വപ്നം കണ്ടതുപോലെ കാര്യങ്ങളൊന്നും നടന്നില്ല. കുടുംബജീവിതം പരാജയപ്പെട്ടു, തലമുറ ലഭിച്ചില്ല, അല്ല ലഭിച്ച തലമുറ തകർന്നുപോയി. പലയിടത്തും തലകുനിയപ്പെട്ട അനുഭവങ്ങൾ, ശൂന്യതയുടെ അനുഭവങ്ങൾ, ഇതിൽ കൂടിയൊക്കെ ആയിരിക്കാം നിങ്ങൾ കടന്നു പോകുന്നത്. പക്ഷേ ഈ സന്ദേശം കേൾക്കുമ്പോൾ ഒന്ന് ഞാൻ പറയാം, ജീവിതത്തിൽ ഉണ്ടായ ഈ പരാജയങ്ങളൊന്നും ദൈവ സാന്നിധ്യത്തിൽ നിന്ന്, ദൈവത്തിൽ നിന്ന് അവളെ അകറ്റിയില്ല. അവൾ പ്രവാചകിയാണ്. പലരും ചോദിക്കും, നിന്റെ വിഷയത്തിനകത്ത് നീ എന്താ പ്രവചിക്കാത്ത? പലർക്കും പ്രാർത്ഥിച്ച് വിടുതൽ കൊടുക്കാൻ കഴിയുന്ന നീ നിന്റെ വിഷയത്തിൻ്റെ അകത്ത് എന്തുകൊണ്ട് ഫെയിലായി? അതേ പ്രിയപ്പെട്ടവരെ, ആലയം വിട്ടുപിരിയാതെ രാവും പകലും മറ്റെങ്ങും പോകാനൊരിടമില്ല. 100 ചോദ്യങ്ങൾ. ജീവിതം ഇത്രമാത്രം പരാജയമായിട്ടും എന്തിന് ഈ 100-ൽ പരം വയസ്സ് പ്രായമുള്ള നീ മാതാവേ എന്തിനാണ് ഉപവസിക്കുന്നേ? എന്തിന് പ്രാർത്ഥിക്കുന്നു? എന്തിനാണ് ആരാധിക്കുന്നേ? ഒരു ചോദ്യമാണ്. ആ ചോദ്യം അവശേഷിക്കുക. എന്നാൽ ഇതൂന്ന് ഞാൻ ഇപ്രകാരം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോകുക. ഒരു തലമുറ, അനേക തലമുറ ഭക്തന്മാരായിരുന്ന കഴിഞ്ഞ പ്രാർത്ഥനാ വീരന്മാരുടെ, വിശ്വാസ വീരന്മാരുടെ ഒരു തലമുറ കാണുവാൻ കൊതിച്ച ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പുകാരനെ കാണാൻ അവിടെ കണ്ണുകളെ കർത്താവ് തുറന്നു. ജീവിതത്തിൽ ഒരു പ്രതീക്ഷയും, ആഗ്രഹിച്ച സ്വപ്നങ്ങളൊന്നും, കുടുംബജീവിതത്തിൽ പ്രതീക്ഷിച്ചതൊന്നും അവർക്ക് കാണാൻ പറ്റിയില്ല. അതെ, എന്നിരുന്നാലും ദൈവത്തെയും ദൈവ സാന്നിധ്യം തള്ളിക്കളയാതെ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ആരാധിക്കുകയും ചെയ്ത അവരുടെ ജീവിതത്തിൽ, അതെ, ദൈവം അവർക്ക് വേണ്ടി ഒരുക്കിയത് വലിയ അത്ഭുതമായിരുന്നു. ഈ സന്ദേശം കേൾക്കുമ്പോൾ വിശ്വസിക്കുക, ഒരു ആത്മീയ ജീവിതത്തിൽ നമുക്ക് എപ്പോഴും ആവശ്യം പ്രാർത്ഥനയാണ്, ഉപവാസമാണ്, ആരാധനയാണ്. ഇത് മൂന്നും നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നിങ്ങൾ കേട്ട ദൂതുകളൊന്നും നിവർത്തിയായില്ല, നിങ്ങൾ കണ്ട സ്വപ്നങ്ങളൊന്നും നടന്നില്ല, അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം തീരത്തില്ല. നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, കഴിഞ്ഞ ജനറേഷൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, കാത്തിരുന്ന പലർക്കും കാണുവാൻ കഴിയാതെ പോയ മഹാത്ഭുതങ്ങളെ, അതെ, അങ്ങനെ തന്നെ ഞാൻ പറയാം, ദൈവം നിങ്ങളുടെ മുന്നിൽ തുറന്നു തരും. ആ കണ്ണടയുന്നതിന് മുമ്പേ അവൾ കണ്ടു ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പുകാരനെ. ഈ നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പ്രതീക്ഷ നഷ്ടപ്പെട്ടിടത്ത്, പ്രത്യാശ നഷ്ടപ്പെട്ടിടത്ത് നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് അവൾ തൃപ്തി വരുത്തും. സകല ജനവും കാൺകെ അവൾ ദൈവത്തെ സ്തുതിച്ചു. ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പുകാരനെ ആ കണ്ണ് കാഴ്ച കുറഞ്ഞു, ശരീരത്തിൻ്റെ ബലം ക്ഷയിച്ചു, ആരോഗ്യം നഷ്ടപ്പെട്ടു. ലോകം പറഞ്ഞു, ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, ആരാധിച്ചിട്ട് കാര്യമില്ല. എന്തിനാണ് നിന്റെ വിശുദ്ധി? എന്തിനാണ് നീ പോകുന്നത്? തളർന്നു പോകരുത്. വിശ്വാസത്തിൽ ഉറപ്പുള്ളവരായി മുന്നേറാം. യേശുവിൻ നാമത്തിൽ ഈ ജനത്തെ ഞാൻ പ്രാർത്ഥിച്ച് ഇപ്പോൾ അനുഗ്രഹിക്കുമ്പോൾ ഇവർ കേട്ട സകല വാഗ്ദത്തങ്ങളും ഇവരുടെ മേൽ നിവൃത്തിയാകട്ടെ. ഇവർ നാവിൽ നന്മ കൊണ്ട് ദൈവം തൃപ്തി വരുത്തണം. ദൈവത്തെ നിറഞ്ഞ ഹൃദയത്തോടെ വാഗ്ദത്തങ്ങൾ കണ്ട്, അത്ഭുതങ്ങൾ കണ്ട് സ്തുതിച്ച് ആരാധിക്കുവാൻ ദൈവം കൃപ കൊടുക്കണം. ഞാനിവരെ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.